ഗുജറാത്തിലേക്ക് കൂടി ആക്രമണം നീണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഇന്നലെ 4 സംസ്ഥാനങ്ങളിലായി വളരെ വ്യാപകമായ ഡ്രോൺ ആക്രമണത്തെ പൂർണ്ണമായും ചേർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. ഇന്നിങ്ങനെ ഒരു ആക്രമണം സത്യത്തിൽ ഇന്ത്യ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാവും. ഇന്ന് അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയൊക്കെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സജ്ജമായിരുന്നിരിക്കാം. പക്ഷെ അപ്പോൾ പോലും വിവേകരഹിതമായി അതിർത്തി പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിലേക്ക് അടക്കം പാകിസ്ഥാന്റെ ഡ്രോണുകൾ വന്ന് വീഴുന്നു എന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ജനവാസ മേഖലയിലേക്ക് ഡ്രോൺ വീണതിന് പിന്നാലെ കാറുകൾക്കൊക്കെ തീ പിടിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കച്ചിലേക്ക് വീണ്ടും ഡ്രോൺ അറ്റാക്കുകളുടെ അറ്റംപ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത്. 11 തവണ കച്ചിനെ ലക്ഷ്യമാക്കിയുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പക്ഷേ എയർ ഡിഫൻസ് സിസ്റ്റം അത് പ്രതിരോധിച്ചിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. അപ്പോൾ ഗുജറാത്തിൽ, പഞ്ചാബിൽ, രാജസ്ഥാനിൽ, ജമ്മു ആൻഡ് കാശ്മീരിൽ അവിടെയൊക്കെ വ്യാപകമായ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇത് ന്യൂട്രലൈസ് ചെയ്യാനാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കനത്ത തിരിച്ചടിയും ഇന്ത്യ ഉറപ്പാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കച്ചിൽ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കത്വയിലും ഡ്രോൺ അറ്റാക്കിന് ശ്രമമുണ്ടായിരിക്കുന്നു. പക്ഷേ അത് ന്യൂട്രലൈസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. 70-ലധികം ഡ്രോണുകൾ കശ്മീരിനെ മാത്രം ലക്ഷ്യമിട്ട് വന്നിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് വരുന്നത്. 70-ലധികം ഡ്രോണുകൾ കശ്മീരിൽ മാത്രം ന്യൂട്രലൈസ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ഇന്നലെ 300 മുതൽ 400 വരെ ഡ്രോൺസ് ആണ് മുഴുവനായി ഇന്നത്തെ ആക്രമണത്തിന് മാത്രമായി ഉപയോഗിച്ചത് എന്നതാണ് മനസ്സിലാക്കിയിരുന്നത്. ഇന്ന് വിദേശകാര്യ മന്ത്രാലയം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് അതാണ്. അത് തുർക്കിഷ് നിർമ്മിതമായിട്ടുള്ള ഡ്രോണുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്നാണ്. സമാനമായ നിലയിലാണ് കശ്മീരിനെ മാത്രം 70ഓളം ഡ്രോണുകൾ ന്യൂട്രലൈസ് ചെയ്യാനായിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയുടേതായി വരുന്ന ട്വീറ്റ്, കൺസിഡറിംഗ് ദ കറന്റ് സിറ്റുവേഷൻ ഓൺ ബോർഡർ, എ ബ്ലാക്ക് ഔട്ട് ഈസ് ഡിക്ലെയർഡ് ഇൻ ദ കച്ച് ഡിസ്ട്രിക്ട്. കച്ചിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ശ്രീനഗർ എയർപോർട്ടിന് നേർക്ക് ഡ്രോൺ ആക്രമണം, അവിടെ ഫയറിംഗ് നടക്കുന്നതായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ശ്രീനഗർ എയർപോർട്ടാണ് ഇന്ന് ഒരു പ്രധാന ലക്ഷ്യമാക്കിയിട്ടിരിക്കുന്നത്. അത് നമുക്കറിയാം, തന്ത്രപ്രധാനമായ സൈനിക മേഖല കൂടിയാണ് ശ്രീനഗർ എയർബേസും ഒക്കെ. മിഥുൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ. ശ്രീജ, ഇപ്പോൾ വീണ്ടും ആക്രമണം കൂടുതൽ ശക്തമാകുന്നതായിട്ടുള്ള വിവരങ്ങളാണ്. അതായത് നിലവിൽ ഈ വിമാനത്താവളങ്ങൾ അടച്ചതിന് പുറമേ ട്രെയിൻ സർവീസുകൾ അത് പലയിടത്തും നിർത്തിവെക്കാൻ അല്ലെങ്കിൽ നിർത്തലാക്കാൻ, പല ട്രെയിനുകളും ക്യാൻസൽ ചെയ്യാനുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. കാരണം ഈ അതിർത്തി മേഖലയിൽ നിന്നൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നിരവധി ആളുകൾ ട്രെയിൻ ഉപയോഗിച്ച് വരുന്നതാണ്. അത്തരത്തിൽ ഈ ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഷെല്ലാക്രമണം ഉണ്ടായാൽ ഒരുപക്ഷെ അത് വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതൽ ട്രെയിൻ സർവീസുകൾ കൂടി നിർത്തലാക്കാൻ, ക്യാൻസൽ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ശ്രീനഗർ വിമാനത്താവളത്തിന് സമീപമാണ് ഇപ്പോൾ വലിയ ആശങ്ക ഉയർത്തിയിരിക്കുന്നത്. അവിടെ 3 ബ്ലാസ്റ്റ് നടന്നതായിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ശ്രീനഗർ എയർബേസിന് സമീപമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായത്. ഒപ്പം തന്നെ നിലവിൽ ഹൈദരാബാദ് രാജീവ് ഗാന്ധി വിമാനത്താവളത്തിൽ ഒരു ബോംബ് ഭീഷണി വന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ചില പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു, ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് അവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 24 വിമാനത്താവളങ്ങൾ, അതായത് പടിഞ്ഞാറൻ മേഖലയിലെ 6 സംസ്ഥാനങ്ങളിലായിട്ടുള്ള 24 വിമാനത്താവളങ്ങൾ അത് ഈ മാസം 15 വരെ അടച്ചിടാൻ ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ബ്ലാക്ക് ഔട്ട് നാളെ പുലർച്ചെ വരെ നീണ്ടു നിൽക്കും. നാളെ പുലർച്ചെ വരെ ഈ 4 സംസ്ഥാനങ്ങൾ, ചണ്ഡീഗഡിലെ വിവിധ പ്രദേശങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ നിർദ്ദേശം നൽകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിർത്തിയിൽ ഷെല്ലാക്രമണം, ഒപ്പം തന്നെ ഡ്രോൺ ആക്രമണം, ആർട്ടിലറി ഫയറിംഗ് ഉൾപ്പെടെയുള്ള ബാരാമുള്ള, കുപ്വാര, ബന്ദിപ്പൂർ എന്നിവിടങ്ങളിലും സാഹചര്യം അതിമോശമായി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തീർച്ചയായും എന്തായാലും ആക്രമണങ്ങൾ തുടരുകയാണ്. പ്രധാനമായും 20 സിറ്റികൾ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നു എന്ന വിവരമാണ് വരുന്നത്.
പാകിസ്ഥാൻ 20 സിറ്റികൾ കേന്ദ്രീകരിച്ച് എന്നുവെച്ചാൽ ഈ അതിർത്തി സംസ്ഥാനങ്ങളിലെ 20 നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ്. അത് സിവിലിയൻസിനെ ഹർട്ട് ചെയ്യുക എന്നത് മാത്രം ലക്ഷ്യമിട്ട് നടക്കുന്ന ആക്രമണങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത്. 20 സിറ്റികൾ ജമ്മു ആൻഡ് കാശ്മീരിലും പഞ്ചാബിലും രാജസ്ഥാനിലും ഗുജറാത്തിലുമായി 20 സിറ്റികൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആക്രമണമെന്നല്ല, ആക്രമണത്തിനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്നതാണ് ആർമി സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വിവരം വരുന്നത്. അതോടൊപ്പം തന്നെ ശ്രീജ, നേരത്തെ ഫിറോസ്പൂരിൽ ഒരു വീട്ടിൽ 3 പേർക്ക് പരിക്കേറ്റതായ വിവരത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അത് ഡ്രോൺ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റി, പക്ഷെ അതിനുശേഷം വന്ന് വീണ അവശിഷ്ടങ്ങളിൽ നിന്ന് തീ പിടിച്ചിട്ട് അവർക്ക് പൊള്ളലേറ്റതാണ്. ഒരുപക്ഷെ ആക്രമണത്തിന്റെ ആഘാതം അതുകൊണ്ട് തന്നെ കുറഞ്ഞിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആക്രമണം നിർവീര്യമാക്കിയതിന് ശേഷം വന്ന തീ വീടിന് പിടിക്കുകയും അങ്ങനെ പൊള്ളലേറ്റുള്ള നമ്മൾ കണ്ട ആ കാറിന് തീ പിടിക്കുന്ന ദൃശ്യങ്ങൾ അവിടെ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫിറോസ്പൂരിലെ ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു. മനു ഭരത് ചേരുന്നുണ്ട്. മനു, കൗണ്ടർ മെഷേഴ്സ് ആക്ടിവേറ്റഡ് അറ്റ് ശ്രീനഗർ എയർപോർട്ട് ആഫ്റ്റർ സസ്പെക്ടഡ് ഡ്രോൺ അറ്റാക്ക്. ശ്രീനഗർ വിമാനത്താവളത്തിന് നേരെ ഡ്രോൺ ആക്രമണം അത് നിർവീര്യമാക്കിയിരിക്കുന്നു. ഇനി ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പക്ഷെ നമ്മൾ കണ്ടത് ഈ സമയമായപ്പോഴേക്കും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യാക്രമണം ഉണ്ടായിരുന്നു എന്നതാണ്. ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? ശ്രീനഗറിൽ കനത്ത ആക്രമണം നടന്നു. ഏറ്റവും ശക്തമായ ആക്രമണം ഇന്ന് ശ്രീനഗറിൽ ആണ് നടന്നത്. ഹെവി ഫയറിംഗ് അവിടെ ഒരു വശത്ത് ശ്രീനഗർ ജമ്മുവിനോട് ചേർന്നുണ്ടായി. അതോടൊപ്പം ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി, ആർട്ടിലറി ഷെല്ലിംഗ് ഉണ്ടായി. അങ്ങനെ ഏറ്റവും ശക്തമായ ആക്രമണം ഇന്ന് ജമ്മു ശ്രീനഗർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും നടന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനുള്ള തിരിച്ചടി നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് എത്ര തരത്തിൽ ഫലപ്രദമായി എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. എന്നാൽ 5ലധികം ഡ്രോണുകൾ വെടിവെച്ച് താഴെയിട്ടു എന്ന വിവരങ്ങളാണ് വരുന്നത്. അതിൽ നിന്നുണ്ടായ തീപിടുത്തം ഫിറോസ്പൂരിൽ ഒക്കെ അഗ്നിബാധയ്ക്ക് ഇരയാക്കിയ സാഹചര്യം വരുന്നു. സിവിലിയൻസ് ആണ് ഫിറോസ്പൂരിൽ പ്രധാനമായും ഡ്രോണുകൾ ടാർഗറ്റ് ചെയ്തത് എന്ന വിവരം വരുന്നു. ആ ഡ്രോൺ വെടിവെച്ചിട്ട ഘട്ടത്തിൽ അവിടെ 3 പേർക്ക് പൊള്ളലേൽക്കുന്നു. ഒരു കാറ് തീപിടിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവന്തിപുരയിൽ നേരത്തെ ഒരു ഡ്രോണിന് നേരെ ഡ്രോൺ വെടിവെച്ചിട്ടു. 6 ഡ്രോണുകളാണ് അവന്തിപുര എയർബേസിന് സമീപത്തായി വന്നത്. അതിൽ 6 ഡ്രോണുകൾക്ക് നേരെ ഇന്ത്യൻ ആർമി ആക്രമണം നടത്തി. അതിൽ 6 ഡ്രോണുകളിൽ ഒരെണ്ണം വെടിയേറ്റ് വീണു എന്നാണ് മനസ്സിലാകുന്നത്. അത് ഇപ്പോൾ അടുത്ത വിവരം വരുന്ന 6 ഡ്രോണുകൾക്ക് നേരെയും ആക്രമണം നടത്തി. അത് 6ഉം തകർക്കാൻ കഴിഞ്ഞു എന്ന ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോഴുള്ളത്. ഇതോടൊപ്പം മറ്റു വരുന്ന ഒരു കാര്യം, പുൽവാമയിലെ എയർബേസിന് നേരെ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാൻ ആർമി പുൽവാമ എയർബേസിന് നേരെ ആക്രമിക്കുന്നു. പാകിസ്ഥാൻ 3 ആർമി ക്യാമ്പുകൾക്ക് നേരെ നേരത്തെ ആക്രമണം നടത്തി. പൂഞ്ചിലും കത്വയിലും ഉധംപൂറിലും ആക്രമണം നടത്തിയിരുന്നു. അത് അപ്പുറത്തേക്കാണ് പുൽവാമയിൽ ആർമി ക്യാമ്പിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായ ആർമി ക്യാമ്പുകളും ഇന്ന് ഈ ആക്രമണത്തിന് ലക്ഷ്യം ആയി മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും തിരിച്ചടി കുറെ കൂടി കനത്തതായിരിക്കും. ബാർമേറിലും ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെ അത് പക്ഷേ ഫലപ്രദമായി ന്യൂട്രലൈസ് ചെയ്യാൻ പത്താൻകോട്ടിലും അമൃത്സറിലും ബാർമേറിലും കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വ്യക്തം. ഇതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പാകിസ്ഥാൻ എയർ സ്പേസ് തുറന്നു വച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ചെറിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. അത് എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു. രജോറിയിലാണ് പിന്നെ മറ്റൊരു പ്രധാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ബാണസ്കന്തയിലും കച്ചിലും ഉധംപൂറിലും പത്താൻകോട്ടിലും സംഭയിലും നൌഷേറയിലും ഒക്കെ ആക്രമണം നടക്കുന്നു. സ്വാഭാവികമായും ഈ പലയിടങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാർമേറിൽ പ്രത്യേകിച്ച് രാജസ്ഥാനിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ വാഗയ്ക്കപ്പുറത്തുള്ള അട്ടാരി ബോർഡറിൽ ഒരു ഡ്രോൺ ഇപ്പോൾ വന്നതായി അവിടുന്ന് വിവരങ്ങൾ വരുന്നു. കശ്മീരിൽ ഒരു പാകിസ്ഥാന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി പോസ്റ്റ്, പാകിസ്ഥാനി മിലിറ്ററി പോസ്റ്റ് ഇന്ത്യ നശിപ്പിച്ചു എന്ന വാർത്തകൾ കൂടി കുറച്ച് സമയം മുൻപ് CNN ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.